നമസ്കാരം. ഈ വീഡിയോയിൽ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പുകളിലെ സുഗമമായ അക്കൗണ്ടിങ്ങിന് സഹായിക്കുന്ന ടാലി പ്രൈമിലെ ജോബ് കാർഡ് മൊഡ്യൂളിനെ കുറിച്ച് നോക്കാം. ടാലി പ്രൈമിലെ ജോബ് കാർഡ് മൊഡ്യൂൾ എന്നത് ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൽ ഒരു പ്രത്യേക വാഹനവുമായി ബന്ധപ്പെട്ട് എംപ്ലോയീസിന് നൽകിയിരിക്കുന്ന ജോലികൾ രേഖപ്പെടുത്താനും അവയുടെ പുരോഗതിയും ചെലവുകളും സർവീസ് ഡീറ്റെയിൽസും നിരീക്ഷിക്കാനുമായി ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമൈസ്ഡ് മൊഡ്യൂളാണ്. ജോബ് കാർഡ് മൊഡ്യൂളിൻ്റെ പ്രധാന യൂസസ്: ഓരോ ജോലിക്കും പ്രത്യേക ജോബ് കാർഡ് നമ്പർ നൽകുന്നു. കസ്റ്റമർ വൈസ് ജോബ്സ് എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാം. കംപ്ലൈൻറ്റുകളും ഉപയോഗിച്ച പാർട്സ് ആൻഡ് മെറ്റീരിയൽസും രേഖപ്പെടുത്താം. ജോബ് സ്റ്റാറ്റസ് നിരീക്ഷിക്കാം. ലേബർ ചാർജ്, പ്രോസസ്സിംഗ് ചാർജ് എന്നിവ കണക്കാക്കാം. ഓരോ ജോബിൻ്റെയും പ്രോഫിറ്റബിലിറ്റി വിശകലനം ചെയ്യാം. പെൻഡിംഗ് ഓർ കംപ്ലീറ്റഡ് ജോബ് റിപ്പോർട്ട് സൃഷ്ടിക്കാം. ആദ്യം ജോബ് കാർഡ് മൊഡ്യൂളിന് വേണ്ട മാസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. കംപ്ലൈൻറ്റ്സ്, അതായത് ബ്രേക്ക് ഇഷ്യൂസ്, ഓയിൽ ചേഞ്ച് പോലുള്ളവ. സ്റ്റാഫിൻ്റെ പേര്. ബ്രാൻഡ്: മാരുതി, മഹീന്ദ്ര, ഹോണ്ട പോലുള്ള ബ്രാൻഡ്സ്. മോഡൽ: സ്വിഫ്റ്റ്, ബൊലേറോ, സിറ്റി പോലുള്ള മോഡൽസ്. മേക്ക്: LXi, VXi, ZXi, ആൽഫ, സീറ്റ പോലുള്ള വേരിയൻറ്റുകൾ. വർക്ക് ടൈപ്പ്: ആക്സിഡൻറ്റ്, ജനറൽ സർവീസ്, പെയിൻറ്റിംഗ്, വാട്ടർ സർവീസ് പോലുള്ളവ. ജോബ് കാർഡ് മൊഡ്യൂളിലെ ആദ്യത്തെ എൻട്രി ജോബ് കാർഡ് എൻട്രി ആണ്. ജോബ് കാർഡ് വൗച്ചർ ടൈപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പണായി വരുന്ന സ്ക്രീനിൽ മുകളിലെ ഭാഗത്ത് കസ്റ്റമറിൻ്റെയും വെഹിക്കിളിൻ്റെയും ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത് കൊടുക്കുക. പാർട്ടി നെയിം, മൊബൈൽ, ജോബ് കാർഡ് നമ്പർ, ടൈപ്പ് ഓഫ് സർവീസ്, വെഹിക്കിൾ നമ്പർ, ബ്രാൻഡ്, രജിസ്റ്റർ നമ്പർ, എൻജിൻ നമ്പർ, ചേസിസ് നമ്പർ, കീ നമ്പർ, കിലോമീറ്റർ റീഡിംഗ്, DMS നമ്പർ, രജിസ്റ്റർ ചെയ്യുന്ന എംപ്ലോയി, എസ്റ്റിമേറ്റ് കോസ്റ്റ്, മേക്ക്, മോഡൽ, ഫ്യൂവൽ ടൈപ്പ്, വർക്ക് ടൈപ്പ് എന്നീ ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത് കൊടുക്കണം. പിന്നീട് എന്താണ് കംപ്ലൈൻറ്റ് എന്നും അതിനെക്കുറിച്ചുള്ള റിമാർക്സ്, നറേഷൻ, എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ് എന്നിവ കൊടുത്ത് എൻട്രി സേവ് ചെയ്യുക. രണ്ടാമത്തെ എൻട്രിയാണ് ഇഷ്യൂ, സ്പെയർ ഓർ സർവീസ്. സർവീസ് ഓർ സ്പെയർ ഇഷ്യൂ വൗച്ചർ ടൈപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പണായി വരുന്ന സ്ക്രീനിൽ ജോബ് കാർഡ് നമ്പർ ട്രാക്ക് ചെയ്താലുടൻ ആദ്യം ഫിൽ ചെയ്ത ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി വരും. പിന്നീട് എന്തൊക്കെ സ്പെയർ പാർട്സ് ഓർ മെറ്റീരിയൽസ് യൂസ് ചെയ്തു എന്നതിന് റെക്കോർഡ് ചെയ്യുക. എൻട്രി സേവ് ചെയ്യുക. മൂന്നാമത്തെ എൻട്രിയാണ് ജനറേറ്റ് സ്പെയർ ഓർ ലേബർ ബിൽ, അതായത് ഫൈനൽ ബിൽ. വൗച്ചർ ടൈപ്പ് ഓപ്പൺ ആക്കുക. പാർട്ടി നെയിം കൊടുത്ത് ജോബ് കാർഡ് നമ്പർ ട്രാക്ക് ചെയ്താൽ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി ഫില്ലാവും. സ്പെയർ പാർട്സിൻ്റെ ലിസ്റ്റും വരും. ലേബർ ചാർജ് പോലെയുള്ള ചാർജസ് കൂടെ ആഡ് ചെയ്ത് ഫൈനൽ ബിൽ സേവ് ചെയ്യുക. ഇങ്ങനെ ജോബ് കാർഡ് പ്രോസസ്സ് ഫില്ലായാൽ ഇതിൻ്റെ റിപ്പോർട്ട്സ് കാണാം. ഡേ ബുക്കിൽ എൻ്റർ ചെയ്ത എല്ലാ വൗച്ചേഴ്സും ഡേറ്റ് വൈസ് കാണാൻ കഴിയും. കസ്റ്റമർ ഓർ വെഹിക്കിൾ ഹിസ്റ്ററി റിപ്പോർട്ടുണ്ട്. ചെയ്ത സർവീസുകളുടെ റിപ്പോർട്ടുണ്ട്. പെൻഡിംഗ് ആയ ജോബ് കാർഡ്സിൻ്റെയും സ്പെയർ ഓർ ലേബറിൻ്റെയും റിപ്പോർട്ടുണ്ട്. ജോബ് കാർഡ് രജിസ്റ്റർ, സ്പെയർ ഓർ ലേബർ രജിസ്റ്റർ, സെയിൽസ് രജിസ്റ്റർ എന്നിവ സെപ്പറേറ്റായും ഉണ്ട്. വർക്ക്ഷോപ്പുകളുടെ അക്കൗണ്ടിംഗ് പ്രവർത്തനങ്ങളുടെ ട്രാക്കിംഗ് എളുപ്പമാക്കുന്നതാണ് ഈ ജോബ് കാർഡ് മൊഡ്യൂൾ. കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക്